എത്തി. നമ്മൾ മല കാണാൻ വേണ്ടി പോവാണ്. എന്ത് മനോഹരമായൊരു മല നോക്കാം, അത് കാണാൻ എന്ത് രസമെന്നോ. ഇത്ര മനോഹരമായൊരു കാഴ്ച എവിടെയും കാണില്ല റാസ് കെമയിൽ. എനിക്ക് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു റാസ കെമയിൽ ഒന്ന് പോകണമെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ട് റാസ കെമയിൽ പോയി ആ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഓരോ സൈഡിലും മലകൾ. അപ്പോൾ റാസ കെമയിൽ നിന്ന് മല കയറാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു വ്യൂ തന്നെ കേട്ടോ ആ മല. എന്ത് രസം അത് കാണാൻ. കാണുമ്പോഴുള്ള ഭംഗിയും ഇതൊക്കെ ഉണ്ടല്ലോ, വളരെ ലെവലായിരുന്നു. എനിക്ക് തന്നെ അത് അതിശയമായി പോയി ആ മല കണ്ടിട്ട്. ഇത്ര നല്ല മനോഹരമായൊരു മല എവിടെയും കാണില്ല. നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്, മലച്ചുര. ഇങ്ങനെ ചുരം കയറി 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 ഇങ്ങനെ പോവുകയാണ്. പക്കാണ് കുറേ അവിടെ എന്താ പറയണ്ടേ വില്ലകളും കുറേ വില്ലകളുണ്ട്, കുറേ വീടുകളുണ്ട്. കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ച തന്നെ. ആ വളഞ്ഞ് 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 ഇങ്ങനെ കയറുമ്പോഴുള്ള ആ കാഴ്ച ഉണ്ടല്ലോ, ആ വ്യൂ വേറെ തന്നെയാണ്. ആ മലയിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടോ. പ്ലീസ് ഇങ്ങനത്തെ ഈ ഏരിയയിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. ആകെ കിട്ടുന്നൊരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ അകത്ത് വന്നൊരു ചെറിയ ഷോപ്പ് ഉണ്ടാവും. അതിൽ പോയാൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആവശ്യങ്ങളേ നടക്കുള്ളൂ. പിന്നെ ഈ മലൻ്റെ മുകളിൽ കയറി എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡും ഐറ്റംസും ലൈസ് ഐസ്ക്രീം അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ തന്നെ കിട്ടും. ഇതിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇനിയും കുറേ പോകാനുണ്ട്. കുറേ വളഞ്ഞ് 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 ഇങ്ങനെ പോയി. എന്ത് രസമൊന്നും ഇത് കാണാൻ. എനിക്ക് തന്നെ ഈ മല കണ്ടിട്ട് അതിശയിക്കും. ഈ മല കുറേ മാന്തി പൊളിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ ഭാഗത്തേക്ക് JCB വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടോ, കുറേ വില്ലകൾ, ഓരോ ദിക്കിൽ വില്ലകളുണ്ട്. കാണാൻ കുറേ ഭംഗി തന്നെ. കുറേ ആട്ടുംകുട്ടികളുണ്ട്, കുറേ ചെറിയ ചെറിയ ആട്ടുംകുട്ടികൾ കുറേ ഉണ്ട്. ഒക്കെ കാണുന്ന ഒരു കാഴ്ച തന്നെ. എന്ത് മനോഹരമായൊരു കാഴ്ച. അപ്പോൾ ഇത് കാണും മക്കളെ, എന്ത് രസമെന്നോ. ഈ മല ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാന്തി പൊളിച്ചു മറ്റേതൊക്കെ ആക്കി വെച്ച് കാണുമ്പോൾ വേറെ ലെവല്. അനക്കന്നെ അത് അതിശയായിപ്പോയി സത്യം പറഞ്ഞാൽ. എങ്ങനെ ഇങ്ങോട്ട് ഈ വണ്ടി JCB ഈ മലൻ്റെ മുകളിൽ കയറിയിട്ട് കല്ല് കുത്തി പൊളിക്കുന്നു, മാന്തുന്നു, എടുക്കുന്നു, ലോറികൾ വന്ന് കൊണ്ടുപോകുന്നു. എങ്ങനെ ഇവർക്ക് ഇതിനെക്കൊണ്ട് സാധിക്കുന്നു, നടക്കുന്നു എന്നാണ് എൻ്റെ ഇത് ഈ മല കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത്. സത്യത്തിൽ എങ്ങനെ ഇവർ ചെയ്യുന്നത്. കുറേ സ്ഥലത്ത് ഓൾസാക്കി വെച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് കുഴിയാക്കി വെച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് മണ്ണ് ഇടിച്ചു വെച്ചിട്ടുണ്ട്, കുന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പല തരത്തിൽ പല മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിമനോഹരമായൊരു കാഴ്ച തന്നെ ഈ മല കാണുകയായിരുന്നു. ഈ റാസ കെമയിൽ പോയിട്ട് ഇത് കാണണം, ഈ മലകൾ കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ കണ്ട് ഞാൻ ഓരോന്നിനും കാണുമ്പോഴാണ് ഈ റാസ കെമയിൽ ആ കാഴ്ചകൾ കണ്ടത്. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ റാസ കെമയിൽ പോയി മല കാണാൻ വേണ്ടി പോവുകയാണ്. എത്ര നല്ലൊരു മനോഹരമായ മല. അത് വണ്ടിയിലിരുന്ന് ഗ്ലാസ്സൊക്കെ തുറന്ന് ഇങ്ങനെ പോകുമ്പോൾ രസമുണ്ടല്ലോ. അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. എന്ത് തണുപ്പെന്നോ, തണുത്തിട്ട് വറച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് ആ മലേൻ്റെ ഭാഗത്ത്. എന്ത് നല്ല രസം മഞ്ഞിങ്ങനെ പോകുന്നത് കാണാനും. പിന്നെ എന്താ ഭംഗിന്നോ. ഇത്ര മനോഹരമായിട്ട് ഈ മല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ത് രസമെന്നോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയമായിപ്പോയി ഈ മല കണ്ടിട്ടും കാഴ്ചകൾ കാണുമ്പോൾ. ഈ വണ്ടി യാത്രയിൽ ഇങ്ങനെ പോയിട്ട് ഈ കാഴ്ച ഇങ്ങനെ ഓരോ മല ഇങ്ങനെ ഓരോ ഷേപ്പിലും ഓരോ മോഡലിലൊക്കെ കട്ട് ചെയ്തിട്ടും മുറിച്ചിട്ടും മാന്തിയിട്ടൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ രസമായിരുന്നു. അങ്ങനെ കയറി കയറി കുറേ മേലോട്ട് എത്തി ഞങ്ങൾ. മല ഇങ്ങനെ ചുരം കയറി കയറി കുറേ മേലോട്ട് എത്തിയപ്പോൾ അവിടെ താഴോട്ട് നോക്കുമ്പോഴുള്ള ആ വ്യൂ ശരിക്കും കാണണം. വണ്ടി നിർത്തി നോക്കണം, എന്നാലേ ശരിക്കും വ്യൂ മനസ്സിലാവില്ല. അതിൻ്റെ താഴോട്ടില്ല അങ്ങനെ ചുരവളവും പിന്നെ അതിൻ്റെ കുറേ മലകളും കുറേ വീടുകളൊക്കെ താഴോട്ടായി അപ്പം മേലോട്ടായി ഒക്കെ കാണുമ്പോഴുള്ള ആ ഭംഗിയുണ്ടല്ലോ, അതിമനോഹരമാണ്. മനോഹരമായൊരു മല തന്നെ. ഇത് കാണുമ്പോഴുള്ള ആ ഭംഗിയുണ്ടല്ലോ, എന്ത് രസം. കുറേ കല്ലുകൾ അതിൻ്റെ ഇടയ്ക്ക് മുറിച്ചിട്ടുണ്ട്, വരഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ രസം വേറൊരു ഫീലാണ്. അത് വൈകിട്ട് 5 മണിക്ക് ആ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ, അതൊക്കെ ഒരു രസമായിരുന്നു. ആ സമയത്ത് നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5-5:45 ആ സമയത്ത് നമ്മൾ തിരിച്ച്
നമ്മളതേ വന്ന പൊസിഷനിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴുള്ള വ്യൂ വേറെ തന്നെ ഒരു രസമായിരുന്നു. എന്ത് ഭംഗി, എന്ത് മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഇത് കാണുമ്പോൾ. എനിക്ക് തന്നെ ഇത് അതിശയത്തോടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഗതി കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് കാണുമ്പോൾ, നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഒക്കെ ഒരു ഭയങ്കര രസമായിരുന്നു. ഓരോ ഭാഗത്ത് കാറുകൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ടെൻ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ട്. ടെൻ്റൊക്കെ വാങ്ങി ഫിറ്റാക്കി കടന്നും ഫുഡൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. ഭയങ്കര തണുപ്പാന്ന് അവിടെ. രാത്രി സമയം ഏകദേശം ഇപ്പോൾ രാത്രിയായി, ഇരുട്ടും എടുത്തു. ഭയങ്കര മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ തിരിച്ച് അജ്മാലിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങിയാണ്. മലൻ്റെ മേലെ കയറി റിട്ടേൺ ഇറങ്ങിയാണ്. എന്തൊരു മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു ഇത് കാണുമ്പോൾ. ഇത്ര നല്ല ഭംഗി കാഴ്ച, മനോഹരമായ കാഴ്ച എവിടെയും കിട്ടില്ല. അതിമനോഹരമാണിത്. ഇപ്പോൾ നമ്മളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉള്ള ആ ഭംഗികൾ, ഇങ്ങനെ വളഞ്ഞ് കയറുന്നുള്ള ആ ഭംഗിയുണ്ടല്ലോ, ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഇംഗ്ലീഷും ഫിലിപ്പീനീസും ഒക്കെ സൈക്കിളായിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് സൈക്കിളൊക്കെ ആയിട്ട് കയറിപ്പോകുന്നുണ്ട്. എനിക്കും അത് കണ്ടിട്ട് അതിശയിപ്പോയി. ഇത്രയും വലിയ ദൂരത്തേക്ക് സൈക്കിൾ എത്ര ദൂരം, എത്ര മീറ്റർ ചവിട്ടണം, എത്ര വളവ് കയറണം, നടുവും കാലും കയ്യും വേദനിക്കൂലേ? എന്നും അതൊരു വിഷയമല്ലല്ലോ. ഇത്രയും മനോഹരമായൊരു ചവിട്ടി പോകുന്നത് കാണുമ്പോഴും അതും നല്ലൊരു